ഹേയ്, ഇന്ത്യൻ കിസാൻ മാർട്ടിൽ പുതിയ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സും ഹോം ഗ്രോ നഴ്സറിയിൽ നിന്ന് വന്ന നല്ല ക്വാളിറ്റി തൈകളാണ് പുതിയ സ്റ്റോക്കിലുള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് സമയം കൂടിയാണ്. നനച്ച് പിടിപ്പിച്ച് കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളൊരു ജസ്റ്റ് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കൊറിയറായിട്ട് മണ്ണൊന്നും ഒട്ടും റിമൂവ് ചെയ്യാതെ ഇവിടെ കാണുന്ന ഇതേ ഫ്രഷ്നെസ്സോടെ നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരും. നല്ല റീസണബിൾ പ്രൈസിൽ എത്തിച്ചു തരും. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും മറക്കാതെ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം. കാലപ്പാടി റംബുട്ടാൻ N80 E35 പുലാസാൻ അതിൻ്റെയൊക്കെ സൂപ്പർ തൈകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. പെട്ടെന്ന് അതുപോലെ ട്രോപ്പിക്കൽ അവക്കാഡോ നല്ല തൈകളും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റും മറ്റ് ഡീറ്റെയിൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ എല്ലാവരും ശ്രമിക്കണം. ഫസ്റ്റ് കാണിക്കുന്നത് മാംഗോസ്റ്റിൻ്റെ K100 എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ 7 അടിക്ക് മുകളിൽ പൊക്കമുള്ള 1500 രൂപക്ക് കൊടുക്കുന്ന 18 ബേഗിലെ തൈകളാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള 800 രൂപക്ക് കൊടുക്കുന്ന നല്ല പ്ലാന്റ്സിൻ്റെയും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇനി കൊളമ്പ് മാവിൻ്റെ തൈകളാണ് കാണിക്കുന്നത്. കൊളമ്പ് മാവ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു ബെസ്റ്റ് വെറൈറ്റിയാണ്. നല്ല കുലകുലയായിട്ട് കായ്ച്ചു കിട്ടുന്ന ബഞ്ചസ് ആയിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കൊളമ്പ്. വീട്ടിൽ വെക്കാവുന്ന ബെസ്റ്റ് വെറൈറ്റിയാണ്. അതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ട്. 350 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ട്രോപ്പിക്കൽ അവക്കാഡോ തൈകളാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ട്രോപ്പിക്കൽ അവക്കാഡോ. ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല, വളരെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ. അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റ്സ് നമുക്ക് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ തന്നെ കംബോഡിയൻ ഓറഞ്ച് ജാക്കിന് നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. കംബോഡിയൻ ഓറഞ്ച് ജാക്ക് വിയറ്റ്നാം സൂപ്പർ പോലെ തന്നെ കേരളത്തിൽ പെട്ടെന്ന് കായ്ച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. 2 വർഷം കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടും. 300 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. 10-14 ബേഗിലെ തൈകളാണ്. ഇത് വിയറ്റ്നാം സൂപ്പർ ഏളി എല്ലാവർക്കും അറിയുന്ന ഒരു ചക്കയാണ്. 2 വർഷം കൊണ്ട് 1-2 വർഷം കൊണ്ട് കായ്ച്ചു കിട്ടുമെന്ന് തന്നെ അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ 300 രൂപയ്ക്ക് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ പുതിയ സ്റ്റോക്കിലുണ്ട്. അടുത്തായിട്ട് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ സെയിലാവുന്ന മാവിൻ്റെ വെറൈറ്റിയാണ്. കാലാപ്പാടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ബുഷിയായിട്ട് വളരും, നന്നായിട്ട് കായ്ച്ചു കിട്ടും. നാലിൻ്റെ അംശം ഒട്ടുമില്ല, പുഴുക്കേടിൻ്റെ ശല്യമൊന്നും ഇല്ലാത്ത നല്ല ബെസ്റ്റ് വെറൈറ്റിയാണ്. അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈകൾ, ക്വാളിറ്റി തൈകളാണ് സ്റ്റോക്കിലുള്ളത്. അത് 400 രൂപയാണ് പുതിയ തൈകളെ റേറ്റ് വരുന്നത്. പിന്നെ കാണിക്കുന്നത് മലേഷ്യൻ വെറൈറ്റിയായ J33 എന്ന ചക്കയാണ്. ചക്കകളിൽ ഇപ്പോൾ കായ്ച്ചു കിട്ടുന്നതിൽ ഏറ്റവും അധികം മധുരമുള്ള വെറൈറ്റിയാണ് J33. 36 ഡിഗ്രി ബ്രിക്സ് മധുരം പറയുന്ന നല്ല അതിമധുരമുള്ള ചക്കയാണ്. ഈ കാണുന്നത് രാംഗംഗ എന്ന് പറഞ്ഞ ഉമാപതി നേഴ്സറി സപ്ലൈ ചെയ്യുന്ന ഹൈബ്രിഡ് കുള്ളം വെറൈറ്റിയാണ്. 36 മാസം കൊണ്ട് കായ്ച്ചു കിട്ടും. 2 പർപ്പസിന് ഉപയോഗിക്കാം. ഇളനീരിൽ ഏറ്റവും മധുരമുള്ള വെറൈറ്റിയാണ്. അരച്ചുകൂട്ടാനും ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് വെറൈറ്റിയാണ് രാംഗംഗ. 750 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. റംബുട്ടാനിലെ കുള്ളം വെറൈറ്റിയാണ് E35. നല്ല ബുഷിയായിട്ട് വളരും, ഗോൾഡൻ കളറിൽ കായ്ച്ചു കിട്ടും, യെല്ലോ കളറിൽ കായ്ച്ചു കിട്ടുന്ന ബെസ്റ്റ് വെറൈറ്റിയാണ് E35. അതിൻ്റെ ബുഷിയായിട്ട് വന്ന പ്ലാന്റ്സുകളുണ്ട്. 450 രൂപയാണ് ഈ തൈകളെ റേറ്റ് വരുന്നത്. ഈ തൈകളൊക്കെ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നുണ്ട്. ഈ കാണുന്നത് തായ്വാൻ പിങ്കിൻ്റെ തൈയാണ്. തായ്വാൻ പിങ്ക് 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഏറ്റവും നന്നായിട്ട് കായ്ച്ചു കിട്ടുന്ന, പെട്ടെന്ന് കായ്ച്ചു കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള പേരാണ് തായ്വാൻ പിങ്ക്. ഏറ്റവും നന്നായിട്ട് സെയിലാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അതിൻ്റെ 250 രൂപയുടെ 10-14 കവറിലുള്ള നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. സ്റ്റാർ ഫ്രൂട്ടിൻ്റെ B70 എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ കുറച്ച് തൈകൾ എത്തിയിട്ടുണ്ട്. കുറച്ച് ഹൈറ്റ് കുറവുള്ള തൈകൾ ആവശ്യപ്പെടണം. അതുകൊണ്ട് കൊണ്ടുവന്ന കുറച്ച് തൈകൾ മാത്രമാണ്. 400 രൂപയാണ് B70ൻ്റെ റേറ്റ് വരുന്നത്. ബഡ് ചെയ്ത് വന്ന ഒരു 3-4 അടി പൊക്കമുള്ള തൈകളാണ്. കൊച്ചിയുടെ സ്വന്തം മാങ്ങയായ കല്ലുകെട്ടിയുടെ കുറച്ച് തൈകൾ മാത്രം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ കോശേരി മാങ്ങ അത്യാവശ്യം നല്ല സൈസ് വെക്കുന്ന 1 കിലോൻ്റെ അടുത്തൊക്കെ വലിപ്പം വെക്കുന്ന കുറേ ആരാധകരുള്ള ഒരു വെറൈറ്റിയാണ് കോശേരി മാങ്ങ. അതിന് നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. 350 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് കലപ്പാട്ടി സപ്പോർട്ടർ തൈകളാണ്. 300 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല മധുരമുള്ള വെറൈറ്റിയാണ് കലപ്പാട്ടി സപ്പോട്ട. അതിൻ്റെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. കല്ലുകെട്ടിയുടെ 14-18 ബേഗിലുള്ള തൈകളും എത്തിയിട്ടുണ്ട്. ഇത് സ്വീറ്റ് അമ്പഴത്തിൻ്റെ തൈകളാണ്. നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ്. ആക്ച്വലി സ്വീറ്റ് ഒന്നും അല്ലെങ്കിലും നന്നായിട്ട് കായ്ച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ സ്വീറ്റ് അമ്പഴം. ഇത് ഗവർണേഴ്സ് പ്ലംസിൻ്റെ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വളരെ കുറച്ച് തൈകൾ മാത്രം എത്തിയിട്ടുണ്ട്. സാധാരണ ലെയേർഡ് തൈകളാണ് വരാറ്. ഇപ്രാവശ്യം അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ എത്തിയിട്ടുണ്ട്. റംബുട്ടാൻ N18 കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് കായ്ച്ചു കിട്ടുന്ന വാണിജ്യാടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് വെറൈറ്റിയാണ് N80. നല്ല റെഡ് കളറാണ്. കുരുന്ന് ഫ്ലഷ് പറഞ്ഞു പോരും. നന്നായിട്ട് കായ്ച്ചു കിട്ടും. നല്ല ടേസ്റ്റ് ഇല്ല. അതിൻ്റെ ക്വാളിറ്റി തൈകൾ എത്തിയിട്ടുണ്ട്. നല്ല സൂപ്പർ തൈകൾ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ആവശ്യമുള്ളത്. ഇത് അബിയുവിൻ്റെ നല്ല ക്വാളിറ്റി തൈകളാണ്. അബിയു ഇപ്പോൾ എല്ലാവരും അതിൻ്റെ വിളവെടുപ്പുകാരാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 4 അടി 5 അടിക്ക് ഹൈറ്റ് ഉള്ള അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് അബിയു. വീട്ടിൽ വെക്കാവുന്ന ഒരു വെറൈറ്റിയാണ് അബിയു. അതിൻ്റെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. മിൽക്ക് ഫ്രൂട്ട്, വിയറ്റ്നാമിൻ്റെ മിൽക്ക് ഫ്രൂട്ടിൻ്റെ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ എത്തിയിട്ടുണ്ട്. സാധാരണ ലെയർ തൈകളാണ് ഇതും വരാറ്. അതും നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. 850 രൂപയാണ് ഈ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെ റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റി തൈകളാണ്.
പുലാസാൻ്റെ P15 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ബഡ് ചെയ്ത തൈയാണ്. അതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഇപ്രാവശ്യം സ്റ്റോക്കുള്ളത്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ മറക്കാതെ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം. ഇന്ത്യൻ കിസാൻ മാർട്ട് മുള്ളൂർക്കര തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ നഴ്സറി ഉള്ളത്.